റേഷൻ വാതിൽപ്പടി വിതരണക്കാർ 3 ആഴ്ചയായി തുടർന്ന സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കാമെന്ന ധാരണയിലാണ് സമരം പിൻവലിച്ചത്. എന്നാൽ റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം എന്ന തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ 3 ആഴ്ചയായി നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കാനാണ് വാതിൽപ്പടി വിതരണക്കാർ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായത്. എന്നാൽ വിതരണക്കാരുടെ സമരം തീർന്നാലും പ്രതിസന്ധി തീരുന്നില്ല എന്ന അവസ്ഥയാണ് ഉള്ളത്. തിങ്കളാഴ്ച മുതൽ റേഷൻ ചില്ലറ വ്യാപാരികൾ പണിമുടക്ക് തുടങ്ങുകയാണ്. കടയടച്ചുള്ള പണിമുടക്കാണ് നടക്കാൻ പോകുന്നത്. കടകൾ അടച്ചിടുന്നതിനാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നവരാണ് സമരം നടത്തിയിരുന്നത്. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒക്ടോബറിലെ മുഴുവൻ കുടിശ്ശികയും നവംബറിലെ 60% കുടിശ്ശികയും നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയിലെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.